ഈ അടുത്ത് ദുബായ് കരാമയിൽ വെച്ച് നടന്ന ഒരു ഇൻസിഡൻറ്റ് ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. ലിവിങ് ടുഗെദർ, ലിവിങ് റിലേഷൻഷിപ്പ് ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു ഭാഗം. അപ്പോൾ നമ്മൾ UAE സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ദുബായിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ലിവിങ് ടുഗെദർ ഇവിടെ നിയമപരമായിട്ട് അനുവദനീയമാണ്. അങ്ങനെ വരുമ്പോൾ രണ്ട് പാർട്ടീസ് ഇവരൊന്നിച്ച് ജീവിക്കുന്നു, ഇവർ തമ്മിലുണ്ടായ ഒരു അസ്വാരസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു പാർട്ടി ചെയ്ത ഒരു ക്രൈമിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. നമ്മളൊക്കെ പ്രവാസികളാണ്, നമ്മുടെ വീടും നാടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് നമ്മളോട് വന്ന് ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ നമ്മളും ഒരു പാർട്ടിയും തമ്മിൽ പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതും, ഈവൻ ഈ ലിവിങ് റിലേഷൻഷിപ്പ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിവാഹത്തിന് മുന്നേ ഈ പാർട്ടിയുടെ മെൻ്റൽ കപ്പാസിറ്റിയും ഫിസിക്കൽ കപ്പാസിറ്റിയും അല്ല എങ്കിൽ ഈ പാർട്ടിയുടെ ഒരു ക്യാരക്ടറിനെയും കുറച്ചും കൂടി അടുത്തറിയാനും വ്യക്തിയെ തമ്മിൽ കുറച്ചും കൂടി ഒരു സമ്പുഷ്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് സാധാരണ ആൾക്കാർ ഇതിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൈമിലേക്ക് അത് പോകും, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് അത് മുന്നോട്ടേക്ക് പോകില്ല എന്ന്, അല്ലെങ്കിൽ നമ്മുടെ മാനസിക സമാധാനത്തെ അത് ബാധിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും വേഗം അടുത്ത നടപടികൾ എടുക്കേണ്ടതാണ്. ആ റിലേഷൻ അത് എത്ര ആഴമുള്ളതാണെങ്കിലും അത് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ലാത്തതാണെങ്കിൽ കൂടെ തന്നെ നമ്മൾ അത് ഇട്ടെറിഞ്ഞ് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്.